പെൻറ്റഗൺ ചോരക്കളമാകാൻ ഇറാന് വേണ്ടത് മിനിറ്റുകൾ മാത്രം. അമേരിക്കയുടെ നട്ടെല്ല് തകർത്ത് ഇറാൻ്റെ സെജ്ജിൽ 3 മിസൈൽ. അമേരിക്കയുടെ ഉറക്കം കിടത്താൻ ഇറാൻ്റെ സെജ്ജിൽ 3 മിസൈൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഒരു മിസൈൽ അത് വിക്ഷേപിക്കാൻ മിനിറ്റുകൾ പോലും വേണ്ട. ശത്രുവിൻ്റെ ഉപഗ്രഹങ്ങൾ അപകട സൂചന നൽകും മുമ്പേ തന്നെ ആകാശം കീറി ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യത്തിലെത്താൻ അതിന് കഴിയുമെങ്കിൽ ആ സാധ്യതയാണ് ഇന്ന് അമേരിക്കയെയും ഇസ്രായേലിനെയും ഒരുപോലെ ജാഗ്രതയിലാക്കുന്നത് എന്നുള്ളത്. ഖര ഇന്ധനത്തിൽ പ്രവർത്തിക്കുന്ന പുതിയ തലമുറ ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലായിട്ടുള്ള സെജ്ജിൽ 3 വികസിപ്പിക്കുവാനുള്ള ഇറാൻ്റെ ശ്രമം വെറും മറ്റൊരു ആയുധ വികസന വാർത്തയല്ല. പശ്ചിമേഷ്യയിലെ സൈനിക സന്തുലിതാവസ്ഥയെ തന്നെ മാറ്റിമറിക്കുവാൻ ശേഷിയുള്ള ഒരു തന്ത്രപരമായിട്ടുള്ള നീക്കമായിട്ടാണ് ഇതിനെ വിലയിരുത്തപ്പെടുന്നത്. ഭാവിയിലെ പ്രാദേശിക സുരക്ഷയെ നേരിട്ട് സ്വാധീനിക്കുവാൻ സാധ്യതയുള്ള ഒരു തന്ത്രപരമായിട്ടുള്ള വെല്ലുവിളിയായിട്ടാണ് ഇതിനെ കണക്കാക്കേണ്ടത്. മിസൈലിൻ്റെ വികസന പുരോഗതി, പരീക്ഷണങ്ങൾ, സാങ്കേതിക ശേഷി എന്നിവയെല്ലാം അടുത്തു നിന്ന് നിരീക്ഷിച്ചു വരികയാണവർ. 4000 കിലോമീറ്റർ പ്രഹരശേഷി, മിനിറ്റുകൾക്കുള്ളിൽ വിക്ഷേപണം, അതാണ് ഈ മിസൈലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയപ്പെടുന്നത്. അമേരിക്കയുടെ നട്ടല് തകർക്കാൻ പോകുന്ന കരുത്തുറ്റതാണ് ഇറാൻ്റെ സെജ്ജിൽ 3 മിസൈൽ എന്ന് പറയപ്പെടുന്നത്. അതുകൊണ്ട് ഇനി പെൻറ്റഗൺ പോലുള്ള 4000 കിലോമീറ്ററിലധികം ദൂരമുള്ള സ്ഥലങ്ങൾ ഏതുമാകട്ടെ, അതിനെയൊക്കെ ചോരക്കളമാക്കാൻ ഇറാന് വേണ്ടത് വെറും മിനിറ്റുകൾ മാത്രമാണ് എന്നുള്ളതാണ്. ദ്രാവക ഇന്ധന മിസൈലുകളെ അപേക്ഷിച്ച് ഖര ഇന്ധന മിസൈലുകൾക്ക് വിക്ഷേപണത്തിന് മുമ്പ് ഇന്ധനം നിറയ്ക്കേണ്ട ആവശ്യമില്ല. അതിനാൽ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ആക്രമണം നടത്താൻ കഴിയുമെന്നുള്ള പ്രത്യേകത കൂടി ഇതിനുണ്ട്. മാത്രമല്ല, ഇത്തരം മിസൈലുകളുടെ വിക്ഷേപണത്തിനുള്ള മുന്നൊരുക്കങ്ങൾ കണ്ടെത്തുന്നത് ശത്രുരാജ്യങ്ങളുടെ റഡാർ, ഉപഗ്രഹ, ആകാശ നിരീക്ഷണ സംവിധാനങ്ങൾക്ക് കൂടുതൽ പ്രയാസകരമാണ്. അതുകൊണ്ട് തന്നെ ഇറാൻ്റെ സെജ്ജിൽ 3 എന്ന് പറയപ്പെടുന്ന പദ്ധതി ഒരു പുതിയ മിസൈലിൻ്റെ വികസനം എന്നതിലുപരി മധ്യപൂർവേഷ്യയിലെ സുരക്ഷാ കണക്കുകൂട്ടലുകളെയും ആഗോള പ്രതിരോധ തന്ത്രങ്ങളെയും സ്വാധീനിക്കുവാൻ സാധ്യതയുള്ള നിർണായകമായിട്ടുള്ള സംഭവ വികാസമായിട്ടാണ് ലോകം ഉറ്റുനോക്കുന്നത്. റിപ്പോർട്ടുകൾ പ്രകാരം ഇറാൻ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സെജ്ജിൽ 3 ദീർഘദൂര ബാലിസ്റ്റിക് മിസൈൽ നിലവിലുള്ള സെജ്ജിൽ ശ്രേണിയിലെ ഏറ്റവും ശക്തമായിട്ടുള്ള പതിപ്പായിട്ടാണ് കാണുന്നത്. ഇതൊരു വലിയ പ്രതീക്ഷയാണ്. 3 ഘട്ടങ്ങളുള്ള പ്രൊപ്പൽഷൻ സംവിധാനത്തോടു കൂടിയായിരിക്കും ഈ മിസൈലിൻ്റെ രൂപകൽപ്പന എന്ന് പറയപ്പെടുന്നത്. അതായത് ഏകദേശം ഒരു 4000 കിലോമീറ്റർ വരെ ലക്ഷ്യമുള്ള, അല്ലെങ്കിൽ 4000 കിലോമീറ്റർ വരെ ദൂരമുള്ള അവരെ ആക്രമിക്കപ്പെടണമെങ്കിൽ അങ്ങനെ ആ ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ കഴിയുന്ന ദൂരപരിധി 38,000 കിലോഗ്രാം വരെ വിക്ഷേപണ ഭാരവുമാണ് ഇതിനുണ്ടാകുന്നതെന്നുള്ള റിപ്പോർട്ടുകളാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ദൂരപരിധി എന്ന് പറയപ്പെടുന്ന ഇറാന് മധ്യപൂർവേഷ്യയ്ക്ക് പുറത്തുള്ള നിരവധി മേഖലകളിലേക്കും തന്ത്രപ്രധാന ലക്ഷ്യങ്ങളിലേക്കും ആക്രമണശേഷി വർദ്ധിപ്പിക്കും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആക്രമണശേഷി നൽകുമെന്നാണ് പ്രതിരോധ വിദഗ്ധരടക്കം വിലയിരുത്തുന്നത്. സെജ്ജിൽ മിസൈൽ പദ്ധതിയുടെ വേരുകൾ 1990കളുടെ അവസാന ഘട്ടത്തിലേക്കാണ് എത്തിച്ചേരുന്നത്. ഇറാൻ്റെ പ്രതിരോധ ഗവേഷണ സ്ഥാപനങ്ങൾ അന്ന് വികസിപ്പിച്ചിരുന്ന സെൽസൽ ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയിൽ നിന്ന് ലഭിച്ച സാങ്കേതിക വിദ്യയും അനുഭവ പരിചയവും അടിസ്ഥാനമാക്കിയാണ് പിന്നീട് സെജ്ജിൽ പദ്ധതി രൂപം കൊണ്ടത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പ്രത്യേകിച്ച് ഖര ഇന്ധന സാങ്കേതിക വിദ്യയിൽ കൈവരിച്ച പുരോഗതിയാണ് സെജ്ജിൽ പദ്ധതിയുടെ ഏറ്റവും വലിയ കരുത്തായിട്ട് മാറിയത് പോലും. ദ്രാവക ഇന്ധന മിസൈലുകളെ അപേക്ഷിച്ച് ഖര ഇന്ധന മിസൈലുകൾക്ക് വളരെ വേഗത്തിൽ വിക്ഷേപണത്തിന് തയ്യാറാകാൻ കഴിയുമെന്നതിനാൽ ഇത് സാഹചര്യങ്ങളിൽ അവയ്ക്ക് കൂടുതൽ തന്ത്രപരമായിട്ടുള്ള മുൻതൂക്കം ലഭിക്കുന്നു. സെജ്ജിൽ പദ്ധതിയുടെ വികസനത്തിൽ ചൈനയുടെ സാങ്കേതിക സഹായം അത് ലഭിച്ചിട്ടുണ്ടാകാമെന്ന വിലയിരുത്തലും വിവിധ അന്താരാഷ്ട്ര റിപ്പോർട്ടുകളിലൂടെ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. എന്നാൽ ഈ വിഷയത്തിൽ ഇറാനോ ചൈനയോ ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണം ഇതുവരെയും നൽകിയിട്ടില്ല. അപ്പോൾ നിലവിലുള്ള സെജ്ജിൽ മിസൈലിൻ്റെ കഴിവുകളെ കൂടുതൽ മെച്ചപ്പെടുത്തി ദൂരപരിധിയും കൃത്യതയും ഒപ്പം തന്നെ പ്രവർത്തനക്ഷമതയും വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് സെജ്ജിൽ 3 വികസിപ്പിക്കുന്നതെന്നാണ് വിലയിരുത്തുന്നത്. പദ്ധതി വിജയകരമായിട്ട് പൂർത്തിയായാൽ ഇറാൻ്റെ ദീർഘദൂര മിസൈൽ ശേഖരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധങ്ങളിൽ ഒന്നായിട്ട് സെജ്ജിൽ 3 മാറുമെന്നും മധ്യപൂർവേഷ്യയിലെ സൈനിക ശക്തി സമവാക്യത്തിൽ നിർണായകമായിട്ടുള്ള സ്വാധീനം ചെലുത്താൻ ഇതിന് കഴിയുമെന്നും പ്രതിരോധ വിദഗ്ധരടക്കം ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഷഹാബ് 3 മിസൈലിന് സമാനമായിട്ടുള്ള വലിപ്പവും ദൂരപരിധിയും ഉണ്ടായിരുന്നാലും ഖര ഇന്ധനത്തിൻ്റെ ഉപയോഗമാണ് സെജ്ജിലിനെ വ്യത്യസ്തമാക്കുന്നത് എന്നുള്ളതാണ്. വിക്ഷേപണത്തിന് തൊട്ടു മുൻപ് ഇന്ധനം നിറയ്ക്കേണ്ട ആവശ്യമില്ലാത്തതിനാൽ മിസൈൽ എളുപ്പത്തിൽ കൊണ്ടുപോകുവാനും വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ പ്രയോഗിക്കുവാനും കഴിയുമെന്നുള്ള പ്രത്യേകതയുണ്ട്. അതേസമയം ഖര ഇന്ധന മിസൈലുകളുടെ മാർഗനിർദ്ദേശവും നിയന്ത്രണ സംവിധാനവും താരതമ്യേന കൂടുതൽ സങ്കീർണമാണ് എന്നും ഈ വിദഗ്ധരടക്കം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിലവിൽ സെജ്ജിൽ മിസൈലിന് ഏകദേശം 17.6 മീറ്റർ നീളവും 1.25 മീറ്റർ വ്യാസവും 23,600 കിലോഗ്രാം വിക്ഷേപണ ഭാരവുമുണ്ട്. അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് 500 മുതൽ 1500 കിലോഗ്രാം വരെയുള്ള ഭാരമുള്ള പേലോഡ് വഹിക്കാൻ ഇതിന് കഴിയുന്നു എന്നുള്ളതാണ്.
പ്രത്യേക ട്രാൻസ്പോർട്ടർ എറക്ടർ ലോഞ്ചർ വാഹനത്തിൽ നിന്നാണ് മിസൈൽ വിക്ഷേപിക്കുന്നത്. അപ്പോൾ ഈ ലോഞ്ചർ വാഹനത്തിൻ്റെ നിർമ്മാണത്തിൽ ഇപ്പോൾ ഈ ചൈനീസ് സാങ്കേതിക വിദ്യയുടെ പിന്തുണ അത് ഉണ്ടായിരുന്നുവെന്ന സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അപ്പോൾ മിസൈലിൻ്റെ റീ എൻട്രി വാഹനത്തിൽ ഈ സ്റ്റെല്ലാർ റെഫറൻസ് സംവിധാനങ്ങൾക്കായുള്ള ഒപ്റ്റിക്കൽ പോർട്ടുകൾ ഉണ്ടായിരിക്കുമെന്ന് മാർഗനിർദ്ദേശനായിട്ട് ഇനേർഷ്യൽ നാവിഗേഷൻ അല്ലെങ്കിൽ ഗ്ലോബൽ പൊസിഷനിങ് സംവിധാനങ്ങൾ രൂപപ്പെടുത്തുവാൻ അല്ലെങ്കിൽ ഉപയോഗിക്കുവാനാണ് സാധ്യത എന്നുകൂടി വിലയിരുത്തപ്പെടുന്നത്. ഇവിടെ സെജിൽ 3 പദ്ധതി വിജയകരമായിട്ട് യാഥാർത്ഥ്യമായാൽ അത് ഇറാൻ്റെ മിസൈൽ ശേഖരത്തിലേക്കുള്ള മറ്റൊരു കൂട്ടിച്ചേർക്കൽ മാത്രമായിരിക്കില്ല, പകരം മധ്യപൂർവേഷ്യയിലെ സൈനിക ശക്തി സമവാക്യത്തെ തന്നെ സ്വാധീനിക്കാൻ ശേഷിയുള്ള ഒരു തന്ത്രപരമായിട്ടുള്ള മുന്നേറ്റമായിരിക്കും. ഖര ഇന്ധന സാങ്കേതിക വിദ്യ, ദീർഘദൂര ആക്രമണശേഷി കുറഞ്ഞ മുന്നൊരുക്കത്തിൽ വിക്ഷേപണം നടത്തുവാനുള്ള കഴിവ് എന്നിവയെല്ലാം ഈ മിസൈലിനെ ഇറാൻ്റെ പ്രതിരോധ ആക്രമണ തന്ത്രത്തിലെ ഇറാൻ്റെ തന്നെ മിസൈലായി ആയുധമാക്കി മാറ്റാൻ സാധ്യതയുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ ആഗോള ശക്തികളെയും അവരുടെ പ്രതിരോധ നയങ്ങൾ പുനഃപരിശോധിക്കാൻ നിർബന്ധിതരാകുന്ന തരത്തിലേക്കാണ് ഇതിൻ്റെ യാഥാർത്ഥ്യമെന്ന് പറയപ്പെടുന്നത്. അപ്പോൾ കുറഞ്ഞ മുന്നൊരുക്കത്തിൽ മിസൈലിനെ ഇറാൻ പ്രതിരോധ ആക്രമണ തലത്തിലെ പ്രധാന ആയുധമാക്കി മാറ്റാനുള്ള സാധ്യത ഏറെയാണ്. അതേസമയം ഇറാൻ്റെ മിസൈൽ ശേഷിയിലെ ഓരോ പുരോഗതിയും മേഖലയിലെ എതിരാളി രാജ്യങ്ങളെയും ഒപ്പം തന്നെ ആഗോള ശക്തികളെയും അവരുടെ പ്രതിരോധ നയങ്ങൾ പുനഃപരിശോധിക്കാൻ നിർബന്ധിതരാക്കുമെന്നത് കൂടി യാഥാർത്ഥ്യമാണ്, അത് മനസ്സിലാക്കുക. അപ്പോൾ ഇതിനാലാണ് സെജിൽ 3 പദ്ധതിയെ അമേരിക്കയും ഇസ്രായേലും വെറും ആയുധ വികസന പരിപാടിയായി കാണാതെ ഭാവിയിലെ പ്രാദേശിക സുരക്ഷയെ നേരിട്ട് സ്വാധീനിക്കുവാൻ സാധ്യതയുള്ള ഒരു തന്ത്രപരമായിട്ടുള്ള വെല്ലുവിളിയായിട്ടാണ് വിലയിരുത്തുന്നത്. അപ്പോൾ മിസൈലിൻ്റെ വികസന പുരോഗതി, പരീക്ഷണങ്ങൾ, സാങ്കേതിക ശേഷി എന്നിവയെല്ലാം അവർ അടുത്ത് നിന്ന് നിരീക്ഷിച്ചു വരികയാണ്. അപ്പോൾ ഈ പദ്ധതി പൂർണ്ണമായിട്ട് വിജയിച്ചാൽ പശ്ചിമേഷ്യയിലെ പ്രതിരോധ സംവിധാനങ്ങൾ അല്ലെങ്കിൽ പ്രതിരോധ കണക്കുകൂട്ടലുകളിലും ശാക്തിക സന്തുലിതാവസ്ഥയിലുമൊക്കെ പുതിയ മാറ്റങ്ങൾ വഴിയൊരുങ്ങുകയാണ് എന്നുള്ളതാണ് പ്രതിരോധ വിദഗ്ധരടക്കം പറയുന്നത്. അപ്പോൾ അതിനാൽ ഈ സെജിൽ 3യുടെ ഭാവി എന്ന് പറയപ്പെടുന്നത് വെറും ഇറാൻ്റെ സൈനിക ശേഷിയെക്കുറിച്ചുള്ള ചർച്ചയിൽ ഒതുങ്ങുന്നതല്ല. വരും വർഷങ്ങളിലെ മധ്യപൂർവേഷ്യൻ സുരക്ഷാ രാഷ്ട്രീയത്തെയും അന്താരാഷ്ട്ര പ്രതിരോധ തന്ത്രങ്ങളെയും നിർണ്ണയിക്കുന്ന പ്രധാന ഘടകങ്ങളിലൊന്നായിട്ട് ഈ മിസൈൽ പദ്ധതി മാറാൻ സാധ്യതയുണ്ട് എന്നുള്ള വിലയിരുത്തലടക്കം പുറത്തു വരുന്നത്. അപ്പോൾ അമേരിക്കയുടെ ഉറക്കം കെടുത്താൻ വേണ്ടിയിട്ടാണ് ഇറാൻ്റെ സെജിൽ 3 മിസൈൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നത്. ഒരു മിസൈൽ അത് ഈ പറയുന്ന പോലെ വിക്ഷേപിക്കുവാൻ മിനിറ്റുകൾ പോലും വേണ്ട എന്നും ശത്രുവിൻ്റെ ഉപഗ്രഹങ്ങൾ അത് അപകട സൂചന നൽകുമ്പോൾ മുമ്പേ തന്നെ ആകാശം കയറി ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യത്തിലേക്ക് എത്താൻ അതിന് കഴിയുമെങ്കിൽ ആ സാധ്യതയാണ് ഇന്ന് അമേരിക്കയും ഒപ്പം തന്നെ ഒരുപോലെ ഇസ്രയേലിനെയും ജാഗ്രതയിലാക്കിയിരിക്കുന്നത്. ഖര ഇന്ധനത്തിൽ പ്രവർത്തിക്കുന്ന പുതിയ ഈ പറയുന്ന തലമുറ ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലായിട്ടുള്ള സെജിൽ 3 എന്ന് പറയപ്പെടുന്ന സംവിധാനം വികസിപ്പിക്കുവാനുള്ള ഇറാൻ്റെ ശ്രമം വെറും മറ്റൊരു ആയുധ വികസന വാർത്തയല്ല കേട്ടോ. പശ്ചിമേഷ്യയിലെ സൈനിക സന്തുലിതാവസ്ഥയെ തന്നെ മാറ്റിമറിക്കുവാൻ ശേഷിയുള്ള ഒരു പുതിയ തന്ത്രപരമായിട്ടുള്ള നീക്കമാണ്. ഇതിനെ അങ്ങനെ തന്നെയാണ് നമുക്ക് വിലയിരുത്തപ്പെടാൻ കഴിയുന്നത്. ഭാവിയിലെ പ്രാദേശിക സുരക്ഷയൊക്കെ നേരിട്ട് സ്വാധീനിക്കാൻ സാധ്യതയുള്ള ഒരു തന്ത്രപരമായിട്ടുള്ള വെല്ലുവിളിയാണ് ഈ പറയുന്ന വിലയിരുത്തലുകൾ എന്ന് പറയപ്പെടുന്നത്. മിസൈലിൻ്റെ വികസന പുരോഗതി, പരീക്ഷണങ്ങൾ, സാങ്കേതിക വിദ്യ എന്നിവയെല്ലാം അവർ അടുത്തു നിന്ന് നിരീക്ഷിച്ചു വരികയാണ്. 4000 കിലോമീറ്റർ പ്രഹരശേഷി, മിനിറ്റുകൾക്കുള്ളിൽ വിക്ഷേപണം, അതാണ് ഈ മിസൈലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയപ്പെടുന്നത്. അമേരിക്കയുടെ നട്ടെല്ല് തകർക്കാൻ പോകുന്ന വളരെ കരുത്തുറ്റതാണ് ഇറാൻ്റെ ഈ സെജിൽ 3 എന്ന് പറയപ്പെടുന്ന മിസൈൽ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ഇനി പെൻറ്റഗൺ പോലുള്ള അല്ലെങ്കിൽ ഏകദേശം 4000 കിലോമീറ്ററിലധികം ദൂരമുള്ള സ്ഥലങ്ങൾ ഏതുമാകട്ടെ അതിനെ ചോരക്കളമാക്കാൻ ഇറാന് വേണ്ടത് വെറും മിനിറ്റുകൾ മാത്രമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് പെൻറ്റഗണെ അടക്കം ചോരക്കളമാക്കാൻ ഇറാൻ അങ്ങനെ മിനിറ്റുകൾ മാത്രം മതിയെങ്കിൽ ഈ അമേരിക്കയുടെ നട്ടെല്ല് തകർത്ത് ഇറാൻ്റെ സെജിൽ 3 എന്ന് പറയപ്പെടുന്ന മിസൈൽ കുതിക്കുമ്പോൾ അല്ലെങ്കിൽ അത് വിക്ഷേപണം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും തകർന്ന് തരിപ്പണമാകാൻ പോകുന്നത് അമേരിക്കയും ഇസ്രായേലും തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.